ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ. രാവിലെ മോൾക്ക് സ്കൂളിൽ പോകാറായി, അതുണ്ടാക്കാൻ പോവാണ്. ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് മാവ് റെഡിയാക്കി വെച്ചു. ഞാൻ ഇതിലേക്ക് കോഴി വെച്ചു. 5 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി ആവുമല്ലോ. ഇതൊക്കെ നേരത്തെ ഒഴിച്ച് വെച്ചതാണ്. ഈ ഒരു ഇഡ്ഡലി ചെമ്പ് എല്ലാവർക്കും ഞങ്ങൾ പാകാം കേട്ടോ. അതുകൊണ്ട് രണ്ടാമത് മേടിച്ചതാണ്. ഇനി ചെയ്യാൻ പോണത് നമുക്ക് സ്കൂളിൽ ഉണ്ടാകാൻ വെള്ളം ചോറ് തിളപ്പിച്ചു കിട്ടിയാണ്. രാവിലെ തിളപ്പിച്ചു കിട്ടിയ ചെയ്യാറ് കുറച്ചൊക്കെ. അപ്പം അത് ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ട് വരാം കേട്ടോ. ഈ ചായ വെക്കാനാണ് പോണത്. പാലൊഴിച്ചു, വെള്ളമൊഴിച്ചു, എല്ലാം അതിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാറ്. ഇനി പഞ്ചസാര ഇടും. എല്ലാം ഒരുമിച്ച് ചായ വെക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാറ്. കളിച്ചു കളിച്ചിട്ട് ഞാനത് ഊറ്റി അതിലേക്ക് സാമ്പാർ ചൂടാക്കാൻ പറ്റും. ഇന്നലെ സാമ്പാർ വൈകുന്നേരം വെച്ചതാണ്. അപ്പോൾ രാവിലെ ആവുമ്പോൾ എളുപ്പമാണല്ലോ സാമ്പാറിന്. അപ്പോൾ അത് ചൂടാവട്ടെ. ചായ ഊറ്റി കുറച്ച് ബാക്കിയുണ്ട്. ഒരു ഗ്ലാസ് 3 ആൾക്കും കൂടി ഉള്ളതാണ്. മൂടി ഇളക്കി അതാണ് വെച്ചു. ചായ പോയി. ഓഫാക്കിയില്ലേ? അതിൻ്റെ ഇടയിൽ ആൾക്ക് സ്കൂളിൽ പോകാറായി. പിന്നെ ചോറ് തിളപ്പിച്ചു ഊറ്റി തട്ടാം. അത് സ്റ്റോപ്പാക്കിക്കോ. പയർ ഉപ്പേരിയാണ് രാവിലെ ഉണ്ടാക്കിയത്. വെയിലുണ്ട് ചേട്ടാ. ഇതിലായി തോന്നുന്നു കേട്ടോ. ഇതിന് ഞാനിങ്ങനെ എടുത്തു ഇവിടേക്ക് വെച്ചു. ഇഡ്ഡലി എടുത്തേക്ക് ചൂടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഇഡ്ഡലി ഷേപ്പ് കിട്ടണില്ല. ഫുൾ പഠിച്ചെടുത്തിട്ട് ചൂടാറാണ്ട് നമ്മൾക്ക് പോവാറായി സ്കൂളിൽ. എന്നിട്ട് മതി കേട്ടോ. സാമ്പാറാണെങ്കിൽ കഴിച്ചു. അമ്മൂന്ന് എത്ര പോരെ? എത്ര വേണം?
രണ്ടെണ്ണം മൂന്ന്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സാമ്പാർ. ഇങ്ങനെ അടുപ്പത്തുനിന്ന് തിളച്ചുകൊണ്ടിരിക്കുക. അതും തിളച്ചോട്ടെ, അവളുടെ കാര്യം നടക്കില്ല. ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്മൂന് കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഞങ്ങളത് കഴിക്കട്ടെ.